ഇംഗ്ലീഷ് നിങ്ങൾ ഡെയിലി ഇപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ബുക്സുകളൊക്കെ വായിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ. ഹായ് ഓൾ, ഈ ഡിസംബർ മാസത്തിൽ നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വരികയാണ്. അപ്പോൾ IBPSൻ്റെ പുതിയ കലണ്ടർ പ്രകാരം നമുക്ക് നമ്മുടെ IBPS RRB പരീക്ഷ ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കേണ്ടി ഇരുന്നതായിരുന്നു. അത് നമ്മൾ നേരെ ഷിഫ്റ്റ് ചെയ്ത് നവംബർ ഡിസംബർ മാസത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പം IBPS RRB ക്ലർക്കിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് നമ്മുടെ IBPS RRB ക്ലർക്ക് എന്നുള്ളതും എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് എക്സാം സ്ട്രാറ്റജി, കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ IBPS RRB ക്ലർക്ക് 2025 ഇതിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് ഇൻട്രൊഡക്ഷൻ ആണ്, അതുപോലെ ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ, എക്സാം പാറ്റേൺ, എക്സാം സിലബസ്, എക്സാം സ്ട്രാറ്റജി, ഈ കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, ഏതാണ് നമ്മുടെ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്? പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക് ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്കാണ്. നമുക്ക് വേറെ ബാങ്കുകളൊന്നുമില്ല, ആകെ ഒരൊറ്റ ബാങ്കാണ് വരുന്നത്, കേരള ഗ്രാമീൺ ബാങ്ക്. അപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കുകളിലേക്കുള്ള ക്ലർക്കിൻ്റെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അതിൽ ഏജ് ലിമിറ്റ് ആണ് ഏറ്റവും ആദ്യം അറിയേണ്ടത്. 18 തൊട്ട് 28 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരിക. 18 to 28 ആണ്. ഇനി ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്, ഓരോ കാറ്റഗറിക്കും ഓരോ റിലാക്സേഷൻ വരുന്നുണ്ട്. SC STക്ക് ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ, അതായത് SC STക്കാർക്ക് 33 വയസ്സ് വരെ എഴുതാൻ സാധിക്കും. 28 നോർമല്, പ്ലസ് 5 33 വയസ്സ് വരെ എഴുതാൻ സാധിക്കും. OBC ആണെങ്കിൽ 3 വർഷമാണ്, അതായത് 31 വയസ്സ് വരെ എഴുതാൻ സാധിക്കും OBC. നെക്സ്റ്റ് PWBD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 10 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്, അതായത് 38 വയസ്സ് വരെ എഴുതാൻ സാധിക്കും. ഇത് കൂടാണ്ട് എക്സ് സർവീസ് മെന്നും റിലാക്സേഷൻ ഉണ്ട്, വിഡോ, അതുപോലെ ജുഡീഷ്യലി സെപ്പറേറ്റ് ആയിട്ടുള്ള റീമാരി ചെയ്തിട്ടില്ലാത്ത വുമൺ, അങ്ങനെയുള്ള കുട്ടികൾക്കും ഈ പറയുന്ന റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏജ് റിലാക്സേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ എത്ര ഡേറ്റ് തൊട്ട് എത്ര ഡേറ്റ് വരെ എന്നുള്ള ഒരു ഡേറ്റ്സ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും 18നും 28നും വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് എഴുതാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് എനി ഡിഗ്രിയാണ്. ഏതൊരു ഡിഗ്രി ഉള്ളവർക്കും ഈ പറയുന്ന ക്ലർക്ക് എഴുതാം. ഡിഗ്രി വേണം, ഡിഗ്രി പാസ്സായിട്ടുള്ളവർക്ക് മാത്രമാണ് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ എനി ഡിഗ്രി ഹോൾഡേഴ്സിന് ഈ പറയുന്ന എക്സാം എഴുതാൻ സാധിക്കും. നെക്സ്റ്റ്, വേക്കൻസി ട്രെൻഡ് എന്താണെന്ന് നോക്കാം. 2022 4567 വേക്കൻസീസ് ഉണ്ടായിരുന്നു ക്ലർക്കിന്. 2023 5564 വേക്കൻസീസ്. 2024 5800 വേക്കൻസീസ്. അപ്പോൾ ഓരോ വർഷം കഴിയും തോറും നമുക്ക് വേക്കൻസി കൂടിക്കൂടി തന്നെയാണ് വരുന്നത്. അപ്പം ഇപ്രാവശ്യവും നമുക്ക് വേക്കൻസിയിൽ നല്ലൊരു വർധനവ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ടോട്ടൽ വേക്കൻസി കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വർഷവും നമുക്ക് നല്ല രീതിയിലുള്ള വേക്കൻസി പ്രതീക്ഷിക്കാം. കാരണം IBPS ക്ലർക്കൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതുപോലെ SBI ക്ലർക്ക് നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് ഇതും നമുക്ക് നല്ലൊരു വേക്കൻസി പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി സാലറി സ്ട്രക്ചർ നോക്കാം. ഈ ഒരു ക്ലർക്കിന്, ഒരു RRB ക്ലർക്കിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 35,000 to 37,000 ആണ്. സംതിങ് എക്സ്ട്രാ കാണും, ഇപ്പോൾ 37,000 സംതിങ് കാണും. ഒരു മിനിമം ഒരു ആവറേജ് ലെവലാണ് പറയുന്നത്. 35,000 തൊട്ട് 37,000 വരെയാണ് എൻ്റെ ബേസിക് സ്ട്രക്ചർ വരിക. അതുകൂടാതെ അവർക്ക് DA വരുന്നുണ്ട്, HRA വരുന്നുണ്ട്, സ്പെഷ്യൽ അലവൻസസ് വരുന്നുണ്ട്, ട്രാവൽ അലവൻസ് വരുന്നുണ്ട്. അങ്ങനെ ഇത്രയും വെറൈറ്റീസ് ഓഫ് അലവൻസും കാര്യങ്ങളും ഗവൺമെൻറ് അനുശാസിക്കുന്ന എല്ലാ അലവൻസും കാര്യങ്ങളും ഇതിനും വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന RRB ക്ലർക്കിനും വരുന്നുണ്ട്. ഇനി ജോബ് പ്രൊഫൈൽ എന്താ നോക്കിയാലോ. ജോബ് പ്രൊഫൈൽ വരുമ്പോഴത്തേക്കും ഇതൊരു ക്ലറിക്കൽ വർക്കാണ്, അതായത് ഒരു ഡെസ്ക് ജോബാണ്. ഇവിടെ ക്യാഷ് ഡീൽ ചെയ്യുക, ഡ്രാഫ്റ്റ് ഡീൽ ചെയ്യുക, അതുപോലെ ചെക്ക്, പേ ഓർഡേഴ്സ്, മെയിൻറ്റെയിൻ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് ഓഫീസിലെ റെക്കോർഡ്സ് ഫയൽസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെയാണ് ജോബ് പ്രൊഫൈലിനകത്ത്. മെയിൻലി ക്യാഷ് ഡീൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ക്യാഷ്, അതിൻ്റെ റെക്കോർഡ്സ്, കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ക്ലർക്കിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അക്കൗണ്ട് ഓപ്പണിങ്ങും ക്ലോസിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ക്ലർക്കാണ്. ഓക്കെ, നെക്സ്റ്റ് കസ്റ്റമർ സപ്പോർട്ട്, അതുപോലെ ഓപ്പറേറ്റ്സ് ക്യാഷ് ഡെപ്പോസിറ്റ്, വിഡ്രോവൽ, വിൻഡോസ്, ഈ കാര്യങ്ങളൊക്കെ ക്ലർക്കിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു ക്ലറിക്കൽ, ഒരു ക്ലറിക്കൽ
പോസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു RRB ക്ലർക്ക് എന്ന് പറയുന്നത്. അതായത് രാവിലെ ഒരു 10 മണിക്ക് വന്നിട്ട് വൈകിട്ട് 5 മണിക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോലി തന്നെയാണ്, ഒരു ബാങ്കിൽ വന്നിട്ടുള്ള നല്ലൊരു ജോലി തന്നെയാണ് നമ്മുടെ ക്ലർക്കിൻ്റെ ജോബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ന് കരിയർ ഗ്രോത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം RRB ക്ലർക്കായിട്ടാണ് കയറുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോകുന്നത് പ്രൊബേഷണറി ഓഫീസറായിട്ടായിരിക്കും നെക്സ്റ്റ് പോകുക, അല്ലെങ്കിൽ ഓഫീസ് സ്കെയിൽ 1 ആയിട്ടാണ് അടുത്തൊരു പ്രൊമോഷൻ വരുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് പോവും, പിന്നെ ഡെപ്യൂട്ടി മാനേജറായിട്ട് പോവും. അപ്പോൾ ത്രൂ പ്രൊമോഷൻ വൈസ് നമുക്ക് പോവാം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ബ്രാഞ്ച് മാനേജർ ആവും, അത് കഴിഞ്ഞ് സീനിയർ ബ്രാഞ്ച് മാനേജർ ആകും, നെക്സ്റ്റ് ചീഫ് മാനേജർ ആകും, അത് കഴിഞ്ഞ് അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ ആവാം, അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി ജനറൽ അതായത് DGM ആവും, നെക്സ്റ്റ് ജനറൽ മാനേജർ GM ആവും. ഇങ്ങനെയാണ് ആ ഒരു കരിയർ ഗ്രോത്ത് വരുന്നത്. കരിയർ ഗ്രോത്ത് ഇത് ത്രൂ പ്രൊമോഷൻ വൈസ് നമുക്ക് ഇത്ര വർഷം കൂടുമ്പോൾ പ്രൊമോഷൻ എന്നുള്ള രീതിക്ക് പോവാം, അല്ലെങ്കിൽ നമുക്ക് എക്സാമുകൾ എഴുതി കയറാം. JIIB എക്സാംസും CAIB എക്സാംസ് ഒക്കെ എഴുതി കയറാവുന്നതാണ്. ഓക്കെ, അങ്ങനെ എക്സാം വൈസ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി വേണമെങ്കിലും നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ വർഷം തോറും ഇരിക്കുന്ന അനുസരിച്ചിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ കരിയർ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി എക്സാം പാറ്റേൺ, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എക്സാം പാറ്റേൺ മനസ്സിലാക്കാം. എക്സാം പാറ്റേണിൽ നമുക്ക് ക്ലർക്ക് ജോബാണല്ലോ, ക്ലർക്ക് ജോബിൽ ഇൻ്റർവ്യൂ ഇല്ല. അത് നമുക്ക് വലിയൊരു ആശ്വാസമാണ് അല്ലേ. POയ്ക്ക് ആകുമ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ കൂടെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല, ആകെ എഴുത്ത് പരീക്ഷ മാത്രമേ ഉള്ളൂ. അതും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ എഴുത്ത് പരീക്ഷ മാത്രമേ ഉള്ളൂ. അതിൽ പ്രിലിംസും മെയിൻസും 2 എഴുത്ത് പരീക്ഷകളാണ് വരുന്നത്. എഴുത്ത് പരീക്ഷ ഉദ്ദേശിക്കുന്നത് MCQ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന എക്സാമാണ്. അപ്പോൾ അതിൽ പ്രിലിംസിൽ വരുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി ആണ് വരിക. RRB ക്ലർക്കാണ്. RRBയുടെ എക്സാംസ് പ്രിലിംസിന് QAയും RAയും മാത്രമേ ഉള്ളൂ, അവിടെ ഇംഗ്ലീഷ് ഇല്ല, പ്രിലിംസിന് മാത്രം. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻ, 40 മാർക്ക്, സെഷണൽ ടൈമിംഗ് 20 മിനിറ്റാണ് വരുന്നത്. ഇനി റീസണിങ് എബിലിറ്റി ആണെങ്കിൽ 40 ക്വസ്റ്റ്യൻസ്, 40 മാർക്ക്, 25 മിനിറ്റാണ് ഇവിടെ വരിക, 25 മിനിറ്റ്. അടുത്ത് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 80 മാർക്കിന് 45 മിനിറ്റിൽ നമ്മൾ ചെയ്തെടുക്കണം. 80 ക്വസ്റ്റ്യൻസ് 80 മാർക്ക്. അപ്പോൾ 80 ക്വസ്റ്റ്യൻസ് 45 മിനിറ്റിൽ ഓരോ സെഷണൽ ടൈമിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും തന്നെ രീതിയിലുള്ള പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് മെയിൻസിൻ്റെ എക്സാം പാറ്റേണും സെയിം പോലെ തന്നെയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻ 50 മാർക്ക് 30 മിനിറ്റാണ്. റീസണിങ് എബിലിറ്റി 40 ക്വസ്റ്റ്യൻ 50 മാർക്ക് 30 മിനിറ്റാണ്. ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 30 മിനിറ്റാണ്. അടുത്ത് ജനറൽ അവയർനെസ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 15 മിനിറ്റാണ്. കമ്പ്യൂട്ടർ അവയർനെസ് 40 ക്വസ്റ്റ്യൻ 20 മാർക്ക് 15 മിനിറ്റാണ്. അങ്ങനെ ടോട്ടൽ 200 മാർക്ക് 120 മിനിറ്റിനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട, മെയിൻസിൻ്റെ കാര്യത്തിൽ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ജനറൽ അവയർനെസ്സും ഒന്ന് കമ്പ്യൂട്ടറാണ്. ബാക്കി നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രിലിംസിലും മെയിൻസിലും സെയിം തന്നെയാണ്, QAയും RAയും. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് നിങ്ങൾ ഡെയിലി ഇപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ബുക്സുകളൊക്കെ വായിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ സാധിക്കും. കാരണം റീഡിങ് കോംപ്രിഹെൻഷനും അതിനകത്ത് നിന്ന് എഴുതാനും എറർ സ്പോട്ടിങ് കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഗ്രാമറിൻ്റെ കുറച്ച് പോർഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ വൊക്കാബുലറി കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആണെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് ക്ലിയർ ആവും. പിന്നെ QA ആൻഡ് RA നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോകുന്ന 2 കാര്യങ്ങളായതുകൊണ്ട് അതും പ്രശ്നമില്ല. പക്ഷേ ജനറൽ അവയർനെസ് വരുന്ന സമയത്ത് നമുക്ക് ഡെയിലി വൈസുള്ള കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വരും. കമ്പ്യൂട്ടർ ആണെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കമ്പ്യൂട്ടറിനകത്ത് ചോദിക്കുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഒരു പക്കാ സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരീക്ഷ തന്നെയാണ്. ഇനി സിലബസ് നോക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. സിലബസിൽ ആദ്യം റീസണിങ്ങിൽ നമ്മൾ പൊതുവേ പറയുന്ന ആൽഫബറ്റ് സീരീസ്, ഇനിക്വാളിറ്റി, സിലോജിസം, കോഡിംഗ്, ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻ, ഡിസ്റ്റൻസ് ആൻഡ് ഡിറക്ഷൻ, റാങ്കിങ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, പസിൽസ്, ഇതൊക്കെയാണ് നമ്മുടെ റീസണിങ് എബിലിറ്റിക്കകത്ത് വരുന്നത്. നെക്സ്റ്റ് QAക്കകത്ത് വരുമ്പോൾ സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, നമ്പർ സീരീസ്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഇതൊക്കെ സേഫ് സ്കോറിനകത്ത് വരുന്നതാണ് കേട്ടോ. സേഫ് സ്കോറായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മസ്റ്റായിട്ടും ചെയ്യേണ്ടതാണ്. പിന്നെ റേഷ്യോ, ആവറേജ്, പെർസെൻറ്റേജ്, SICI, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ബോർഡ്സ്, എക്സെട്ര എന്ന് പറയുമ്പോൾ അവിടെ മെൻസുറേഷൻ വരും. അതുപോലെ തന്നെ
പ്രോബബിലിറ്റി വരും, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ വരും, അങ്ങനെ വരുന്നേ നമ്മുടെ അരിത്തമെറ്റിക് പോർഷൻസ്, അത് QAക്കകത്ത് വരും. ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ RC ആണ്. RC റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. എറർ സ്പോട്ടിംഗ്, ഗ്രാമർ, ക്ലോസ് ടെസ്റ്റ്, ഫില്ലേഴ്സ്, സെന്റൻസ് അറേഞ്ച്മെന്റ്, വേർഡ് യൂസേജ്, ഇനി സ്പെൽ ചെക്ക്, അങ്ങനെ വരുന്ന കുറേ കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന ഇംഗ്ലീഷിനകത്ത് വരുന്ന സിലബസ്. നെക്സ്റ്റ് വരുന്നത് GA ഞാൻ പറഞ്ഞായിരുന്നു കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ അത് നാഷണലും ഇന്റർനാഷണൽ ലെവൽ കറണ്ട് അഫയേഴ്സ്. അതിനകത്ത് മെയിനായിട്ട് അവാർഡ്സ്, ഒബിച്വറീസ്, പിന്നെ നോക്കുവാണെങ്കിൽ സ്പോർട്സിൻ്റെ ഏരിയാസ്, പിന്നെ ഇൻ്റർനാഷണൽ പരമായിട്ട് വന്നിട്ടുള്ള MOUs എന്ന് പറയുമ്പോൾ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അത് പിന്നെ എന്തെങ്കിലുമൊക്കെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന കോമൺ ആയിട്ട് വരുന്ന കുറേ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഉണ്ടാവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ നോക്കി വെച്ചേക്കേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബാങ്കിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന അവയർനെസ്. RBI സർക്കുലേഴ്സ് ഒക്കെയാണ് ഇപ്പം ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. RBI സർക്കുലേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ RBI റിലേറ്റഡ് വരുന്ന എല്ലാ ബാങ്കിങ് അവയർനെസ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്നുള്ളതും, അതുപോലെ അവരുടെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അങ്ങനെ വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ മോണിറ്ററി പോളിസിയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെ ഫിനാൻഷ്യൽ ഇക്കണോമിക് അവയർനെസ്സും കാര്യങ്ങളും നമ്മൾ അത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. പിന്നെ സ്റ്റാറ്റിക് അവയർനെസ് ആണ്. സ്റ്റാറ്റിക് അവയർനെസ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ, മാറാതെ നിൽക്കുന്ന സംഭവങ്ങൾ. ചിലതൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, എന്നാലും മാറാതെ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ വരും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു 6 to 8 months വന്നിട്ടുള്ള ഒരു കറണ്ട് അഫെയറിനകത്ത് നമ്മളിപ്പോൾ ഒരു രാജ്യത്തിൽ നിന്ന് ഒരു രാജ്യത്തിലേക്ക് ഉള്ള എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് സ്റ്റാറ്റിക് GKs കാണും. അത് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ഇന്ത്യക്കകത്ത് വരുന്ന ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷന്, ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് പാലത്തിൻ്റെ മേലിൽ വരുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വാട്ടർഫോൾ വരുന്നൊരു ഏരിയ, അതൊക്കെ നമ്മുടെ ഇതിനകത്ത്, നമ്മുടെ ന്യൂസിനകത്ത് കവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിക് GKക്കകത്ത് വരുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റാറ്റിക് അവയർനെസ്. അതായത് വിത്തിൻ 8 monthsനുള്ളിൽ വച്ചിട്ടുള്ള സംഭവങ്ങളിൽ കവർ ചെയ്യാൻ പറ്റുന്ന സ്റ്റാറ്റിക് GKs ചോദിക്കാം. പിന്നെ വരുന്നത് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ വരുമ്പം ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻ്റൽസ്, പിന്നെ ജനറേഷൻ ഏതൊക്കെയാണ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്, പിന്നെ മെമ്മറി, നമ്പർ സിസ്റ്റം, കമ്പ്യൂട്ടർ ലാംഗ്വേജ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, നെറ്റ്വർക്ക് ആൻഡ് ഡേറ്റ സെക്യൂരിറ്റി, സൈബർ ക്രൈംസ് ആൻഡ് സെക്യൂരിറ്റി, അതായത് സൈബർ സെക്യൂരിറ്റി, പിന്നെ MS വിൻഡോസ്, MS ഓഫീസ്, കമ്പ്യൂട്ടർ ഷോർട്ട് കട്ട് കീസും, പിന്നെ കമ്പ്യൂട്ടർ അബ്രിവിയേഷൻസും, ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിനകത്ത് മെയിനായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 15 മാർക്കിനാണ്. അപ്പോൾ നമുക്കത് വെറുതെ കളയാൻ പറ്റില്ല. 40 ക്വസ്റ്റ്യൻസ് 20 മാർക്കിനാണ്, നമുക്കത് വെറുതെ കളയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പറയുന്ന RRB ക്ലർക്കിൻ്റെ അണ്ടറിൽ വരിക. അപ്പോൾ നമ്മൾ സാലറി എന്താണെന്ന് നോക്കി, അതുപോലെ എങ്ങനെയാണ് അതിൻ്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് നോക്കി, കരിയർ ഗ്രോത്ത് എന്താണെന്ന് നോക്കി, അല്ലേ? അപ്പോൾ ബാങ്കാണ്, ബാങ്ക് ജോബാണ്, ക്ലറിക്കൽ ലെവൽ പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് എന്താണ് കയറി കഴിഞ്ഞാൽ നല്ലൊരു ശമ്പളത്തോടു കൂടി നമുക്ക് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റാണ്, അല്ലേ? അപ്പോൾ ബാങ്ക് ജോലി സ്വപ്നം കാണുന്നവർക്ക് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് RRB ക്ലർക്ക്. അത് വിദൂരമല്ല, നിങ്ങൾക്ക് കറക്റ്റ് രീതിയിൽ നിങ്ങൾ ആ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ ആ ഒരു പഠനം ചിട്ടയോടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് എൻട്രിയിൽ ബാച്ചസിൽ 3 ലെവൽ രീതിയിലുള്ള ബാച്ചസാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത്. അതിൽ ബേസിക് ലെവലുണ്ട്, ഇൻ്റർമീഡിയറ്റ് ലെവലുണ്ട്, എക്സ്പേർട്ട് ലെവലുണ്ട്. അതായത് നമ്മൾ ഒരു സിലബസ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത് മെയിൻസ് വരെ ക്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ബാച്ചസാണ് നമുക്കിപ്പം ഓൺഗോയിങ് ബാച്ചസ്. ഇപ്പോൾ IBPS ക്ലർക്കിൻ്റെയും SBI ക്ലർക്കിൻ്റെയും RRBയുടെയും ഒക്കെ നമുക്ക് ബാച്ചസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കോർ ടോപ്പിക്സ്, ലൈവ് ക്ലാസ്സുകൾ, വിഷ്വലൈസേഷൻ ക്ലാസ്സുകൾ എന്ന് പറയുമ്പം നമ്മുടെ വിഷ്വൽസ് യൂസ് ചെയ്തിട്ട് വരുന്ന ക്ലാസ്സുകൾ, ഇതെല്ലാം ആണ് നമ്മുടെ ബേസിക് ലെവലിനകത്ത് വരിക. അതായത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, സിലബസ്, കോർ ടോപ്പിക് കവറേജ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ബേസിക് കോൺസെപ്റ്റ് ലെവൽ കാര്യങ്ങളെല്ലാം ബേസിക് ലെവലിലായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഇൻ്റർമീഡിയറ്റ് ലെവലാണ്. ഇൻ്റർമീഡിയറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഫുള്ളി പ്രാക്ടീസ്, പ്രിലിംസ് നമുക്ക് സ്കോർ ചെയ്യണം, പ്രിലിംസ് നമുക്ക് ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി പ്രാക്ടീസ് സെഷൻസ് കംപ്ലീറ്റ് നടക്കുന്ന ഒരു ഏരിയ ആണ് ഇൻ്റർമീഡിയറ്റ് ലെവൽ. അതായത് നമ്മുടെ വീക്ക് ഏരിയാസിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. പിന്നെ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ ചെയ്യുക, പിന്നെ സെക്ഷണൽ വൈസ് ടെസ്റ്റുകൾ ചെയ്യുക. വിത്ത് മെൻറ്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ മെൻറ്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് ആ ഒരു ലെവൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുള്ളി പ്രാക്ടീസ് പ്രിലിംസ് ക്രാക്ട് അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് ലെവൽ.
പിന്നെ ഇ ബുക്സും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ അവൈലബിൾ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ പ്രിലിംസ് നമുക്ക് ക്രാക്ക് ചെയ്തു. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് പോവാണ്, നമ്മുടെ മെയിൻസിലേക്ക് പോവാണ്. അപ്പോൾ മെയിൻസിനകത്ത് വരുന്ന പ്രാക്ടീസ് സെഷൻസ്, മെയിൻസ് ലെവൽ പ്രാക്ടീസ് പ്രിപ്പറേഷൻസ്, ഇൻ്റർവ്യൂ ലെവൽ ക്രാക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ പറയുന്ന എക്സ്പേർട്ട് ലെവലിനകത്ത് വരുന്നത്. അതായത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും മെയിൻസ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ത്രൂ പ്രാക്ടീസ് ആണ് അവിടെ എക്സ്പേർട്ട് ലെവൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കയറി RRB ക്ലർക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക് ലെവലിൽ കയറി RRB ക്ലർക്കായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ വരുന്നൊരു ഫുള്ളൊരു റോഡ് മാപ്പാണ് ഈ തന്നിട്ടുള്ളത്. ഇങ്ങനെ ഇതേ രീതിക്ക് നിങ്ങൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നം കണ്ട ജോലി തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു 1 year ഗോൾഡ് വാലിഡിറ്റിയിൽ വരുന്ന ഒരു കോഴ്സാണ്. ഓക്കെ, ഫൗണ്ടേഷൻ ലെവൽ ബാച്ച് ഉണ്ട്, കോഴ്സാണ് ഇത്. നമ്മൾ ചിട്ടയോടുകൂടി തന്നെ നിങ്ങളത് പഠിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളെ ഗോൾ എന്താണോ, നമ്മളെ സ്വപ്നം എന്താണോ അത് നേടിയെടുക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ എന്താണ് അതിന് വേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് ഫർദർ വരുന്ന കോഴ്സുകളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. 7736122215 നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് എൻക്വയറി നടത്താവുന്നതാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ ഫോം ഉണ്ടാവും. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്തും കൊടുക്കാം. ഇനി അതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് IBPS RRB ക്ലർക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി വരുന്ന വീഡിയോസിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയും കാര്യമൊക്കെ ചെയ്യാം. നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോസിൽ പുതിയ പുതിയ കാര്യങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.